ആരാണ് എന്നുള്ളതാണ് അറിയുന്നത്. അത് പറഞ്ഞവിടെ താമസിക്കുന്നത് ബിനു. ഉള്ളിൽ വീടിന്റെ ഉള്ളിലാണോ മറ്റൊരാളെ കൂടി? വീടിന്റെ ഉള്ളിൽ. ഇവര് തമ്മിൽ എന്താണ് പരിചയം? അതൊന്നും നമുക്കറിയില്ല. ഇവര് അയലോക്കാരാന്നുള്ള അറിയാം. അവൻ താമസിക്കുന്നു, ഇപ്പം ഇവിടെ താമസിക്കുന്നു. രണ്ടുപേരും വെടിയേറ്റാണോ മരിച്ചു കിടക്കുന്നത്? അതൊന്നും അറിയില്ല. ഉള്ളിൽ താഴെ എന്താ പുറത്തേ മാത്രമേ അറിയൂ. ആരാണ് കണ്ടത്? അതിൽ ടാപ്പിങ്ങാര് ആരോ വന്ന സമയത്ത് കണ്ട് ഇവർ അറിയിച്ചു. അവർ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് കണ്ടു. അങ്ങനെ അറിയിച്ച എപ്പോഴാണ്? ഏകദേശം ഒരു 2 മണിക്ക് ശേഷം 3 മണിക്ക്. ശബ്ദമൊന്നും കേട്ടിരുന്നോ? പ്രദേശം ഒന്നുമില്ല. ഇവിടെ ആരും ഇപ്പൊ പകൽ സമയത്ത് താമസമൊന്നുമില്ല. അടുത്ത താമസങ്ങളൊന്നുമില്ല. അടുത്ത താമസമൊന്നുമില്ല. ഇത് ഫുള്ളൊരു റബ്ബർ അതുപോലെ കോറിയിലേക്ക് നേരെ പോയ ഒരു കോറിയുണ്ട്. അധികം ആളുകൾ വരുന്ന സ്ഥലമല്ല. ആളുകൾ ഇങ്ങനെ പണിക്കായിട്ടൊക്കെ വരും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതൊക്കെ തോട്ടങ്ങളാണ്. ഇതെല്ലാം തോട്ടങ്ങളാണ്. ടാപ്പിങ്ങാരും മറ്റു പണിക്കാരൊക്കെ വരും. രാവിലെ വരും, അവർ വൈകുന്നേരം പണി കഴിഞ്ഞ് തിരിച്ചു. അത്രേ ഉള്ളൂ. പകൽ സമയത്ത് അങ്ങനെ യാത്രയൊന്നുമില്ല. ഒന്നുമില്ലാത്ത സ്ഥലമാണ്. അപ്പൊ എപ്പോഴാണ് ഇത് ഉണ്ടായതെന്ന് ഒന്നും ആർക്കും അറിയില്ല. ഉള്ളിലാണോ സംഭവം? 3 മണിക്കാണ് സ്പ്രെഡ് ആയത്. ടാപ്പിങ്ങിന് വന്ന മുകളിലെ താമസം അവൻ്റെ. അവർ സ്റ്റേഷനിൽ പോയിരിക്കാം. ഇവിടെ അടുത്തുള്ള ഒരാൾ ടാപ്പിങ്ങിന് വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ഒരു ടാപ്പിംഗ് കഴിഞ്ഞു പോകുമ്പോഴാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. ഈ പ്രദേശവാസികൾ ഏതെങ്കിലും രീതിയിൽ ഒരു വെടി ശബ്ദമോ അങ്ങനെയൊന്നും കേട്ടതായുള്ള അറിവില്ല. അത്തരത്തിൽ അവർ വരികയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നതായാണ് കണ്ടത്. സമീപത്തൊരു തോക്ക് നമുക്ക് കാണാം. ഒരു വലിയ തോക്കാണ്, ഒരു നാടൻ തോക്കിന് സമാനമായൊരു തോക്കാണ് അവിടെ കിടക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഈ സ്ഥലത്ത് ചേർന്നിട്ടുണ്ട്. പ്രദേശവാസികൾ പല സ്ഥലത്തും ഇങ്ങനെ കൂടി നിൽക്കുന്നതും നമുക്ക് കാണാം. ഉള്ളിലുള്ള ആൾ ഏത് രീതിയിലാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല. പോലീസ് ഏതായാലും കല്ലടിക്കോട് പോലീസ് തീർച്ചയായും, അതായത് ഈ യുവാവിന്റെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം കണ്ടതിന് സമീപത്ത് തന്നെയാണ് ഈ മറ്റൊരു ആൾ കൂടി മരിച്ചു കിടക്കുന്നത്. അത് വീടിനകത്താണ് അത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. ഈ വീടിനകത്ത് മരിച്ചു കിടക്കുന്ന ആളും വെടിയേറ്റ് തന്നെ മരിച്ചതാണോ? അതറിയില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല. മരിച്ചു കിടക്കുന്നതായിട്ട് നിങ്ങൾ പോലീസ് പറഞ്ഞപ്പോഴാണോ അറിഞ്ഞത്? അതെ, പോലീസുകാരാണ്. എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഇവിടെ എത്തിയത് ഇവിടുന്ന് ആളുകൾ വിളിച്ചപ്പോൾ വന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായെന്നും അറിയില്ല. ഇവരെ പരിചയമുണ്ടോ? ഒരാളെ പരിചയമുണ്ട്. ബിനു അറിയണ ആളെ പരിചയമുണ്ട്. ഒരാൾ ഈ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുകയും അതിന് തൊട്ടടുത്ത് തന്നെ ബിനു എന്നാണ് ബിനുവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ബിനുവിന്റെ സമീപത്തു നിന്ന് നാടൻ തോക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. കല്ലടിക്കോട് പോലീസ് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, മണ്ണാർക്കാട് ഡിവൈഎസ്പി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.